നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നാളെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഡ്യൂറൻഡ് കപ്പ് 2024 മത്സരം വരുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 7 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ CISF പ്രൊട്ടക്ടേഴ്സാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായിട്ട് വരുന്നത്. ആദ്യ 2 മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയവും ഒരു സമനിലയുമായി ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ 4 പോയിൻ്റാണുള്ളത്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ വിജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതേസമയം ബ്ലാസ്റ്റേഴ്സിന് സമനില വഴങ്ങേണ്ടി വന്നാൽ മറ്റു ടീമുകളുടെ പോയിൻ്റ് കൂടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം. അതേസമയം ബ്ലാസ്റ്റേഴ്സ് നാളെ പരാജയപ്പെടുകയാണെങ്കിൽ അതോടുകൂടെ 2024 ഡ്യൂറൻഡ് കപ്പിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ യാത്രയും അവസാനിക്കും. ഏതായാലും നാളെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് നോക്കാം. ബ്ലാസ്റ്റേഴ്സ് നാളെ ഇതേ ലൈനപ്പിൽ ഇറങ്ങൂ എന്ന് ഞാൻ പറയുന്നില്ല, മറിച്ചൊരു സാധ്യത 11 ആയിട്ട് കാണുക. ഏതായാലും നാളെ വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടാൻ കഴിയും. ഗോൾ പോസ്റ്റിൽ കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സോംകുമാറും ഡിഫൻസിൽ പകരക്കാരനായി കളക്കളത്തിലെത്തിയ പ്രീതം കോട്ടാലും അതുപോലെ മിലോസും ഒരുമിച്ച് അണിനിരക്കാനുള്ള സാധ്യത സ്റ്റോപ്പർ ബാക്കിൽ കാണുന്നു. അതുപോലെ റൈറ്റ് ബാക്കായിട്ട് ഐബൻ ദോഹ്ലിങ്ങും ലെഫ്റ്റ് ബാക്കായിട്ട് സഹീഫും വരാനുള്ള സാധ്യതയുണ്ട്. മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ സെൻറ്റർ മിഡ്ഫീൽഡറായിട്ട് അസ്അറും ദാനിഷും സെൻറ്ററിൽ കളിക്കാൻ സാധ്യത കാണുമ്പോൾ ഐമൻ റൈറ്റ് വിങ്ങറായിട്ടും നോഹ ലെഫ്റ്റ് വിങ്ങറായിട്ടും കളിക്കാനുള്ള സാധ്യത കാണുന്നു. പെപ്രയും ലൂണയും മുന്നേറ്റ നിരയിൽ അണിനിരക്കാനുള്ള സാധ്യതയുമാണ് ഞാൻ കാണുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള ലൈനപ്പൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.